വന്നതാണ്. പിന്നെ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഇവിടെ എത്ര പേരാ ഉള്ളത്? ടോട്ടല് 4 പേരാ. പ്രായമായവരാരെങ്കിലും ഉണ്ടാവും? പിന്നെ ഇവിടെ ആർക്കെങ്കിലും പനി, ജലദോഷം, ചുമ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല? പിന്നെ പരിസരം ഒന്ന് സൂക്ഷിക്കട്ടെ കേട്ടോ, ശ്രദ്ധിക്കട്ടെ. മഴക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. ഈ ട്രയിലെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ. ഇവിടെ പുഴുവൊക്കെ വന്നു വന്നിട്ട് മുട്ടയിടുവേ. ഇതുണ്ട്, ഇതിന് ഈ ഡ്രമ്മിൻ്റെ അകത്തൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം, അതൊക്കെ മറിച്ച് കളയണം കേട്ടോ. ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ. ശ്രദ്ധിക്കണ്ട, മഴയായതുകൊണ്ട് ബക്കറ്റിലെ വെള്ളം കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അടിയിൽ കുറേ കറുത്ത ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെ? അതൊക്കെ നിങ്ങൾ മറിച്ച് കളയണം കേട്ടോ. അവിടെ കാലി ഡ്രമ്മുകളാണോ ഇരിക്കുന്നതൊക്കെ? അതിൻ്റെ അകത്തൊക്കെ കൊതുക് വന്ന് മുട്ട ഇട്ടിട്ട് രോഗങ്ങൾ വരില്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറുന്നിടം വരെ എന്തിന് പിന്നെ നിങ്ങളല്ലേ മറിച്ചറിയാൻ പറഞ്ഞേ? ശരിയില്ല കേട്ടോ, എന്നെ ഒരു ഇൻസൾട്ട് ചെയ്ത പോലെയായി. ഞാനിത് ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമേ. നിങ്ങൾ കളയേണ്ട സംഭവം ഒന്നും കളഞ്ഞില്ലല്ലോ. അതിൻ്റെ അകത്ത് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പോയിട്ട് ഞാൻ കളഞ്ഞോളൂ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ദേഷ്യം പാടില്ല കേട്ടോ. ഇപ്പം മുതിർന്നവരൊക്കെ അവിടെ പോയി, അവരൊക്കെ പുറത്തുപോയി. അവർ പുറത്ത് പോയതിൻ്റെ ആക്സിഡൻറ്റിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഭാവമാണ്. അല്ലല്ല, ആ വെള്ളം ഞാൻ പറഞ്ഞില്ലോ അല്ലേ മാറ്റാൻ വേണ്ടിയിട്ട്. പറയാം. അതുപോലെ ഈ ട്രയലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ പൈപ്പ് വെച്ച് കളയാറുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണേ. ദേഷ്യം കുറച്ച് കുറയ്ക്കണം കേട്ടോ. ചെറിയ കുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരിയാണ്.